ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചേമ്പ് പുഴുക്ക് ഉണ്ടാക്കാം. ചേമ്പ് പുഴുക്കെന്ന് പറയുമ്പോൾ വലിയ ചേമ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഈ പുഴുക്ക് ഇഷ്ടമല്ലാത്തവരുണ്ടോ എന്ന് അറിയത്തില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ ഉള്ളിച്ചമ്മന്തിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. വറ്റൽമുളകും പുളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് ചതച്ചെടുക്കുന്ന ഒരു ചമ്മന്തിയാണ് ഇത്. എന്നിട്ട് ഇതുപോലെ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം. നല്ല മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് ആ ചേമ്പലയ്ക്ക് ഈ തിളക്കം, അതുപോലെ ഇലയ്ക്ക് മഞ്ഞ കളർ വരുമ്പോൾ ചേമ്പ് നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട്. മഴ പെയ്ത് ഈ മണ്ണങ്ങ് കുതിർന്ന് കിടക്കുന്നതുകൊണ്ട് കിളയ്ക്കണമെന്നില്ല. ഇതുപോലെ കത്തി വെച്ച് നല്ലപോലെ മാന്തിയിട്ട് പിഴുതെടുക്കാം. ചിലതിനകത്ത് നല്ലപോലെ വിത്ത് കാണും, ചിലതിലൊന്നും കാണത്തില്ല. നമുക്കിത് പിഴുത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ചേമ്പ് സൈഡ് ഭാഗങ്ങളിലായിരിക്കുന്നത്, ആഴത്തിലല്ല. നടുമ്പോഴും അങ്ങനെ നമ്മൾ ആഴത്തിൽ നടത്തില്ല, ചുറ്റും ആ വിത്തുണ്ടാവുന്നത്. കണ്ടോ, 3 ചേമ്പ് വിത്ത് കിട്ടിയിട്ടുണ്ട്, നല്ല വിത്തുകളാണ്. എന്നിട്ട് ഇതുപോലെ അങ്ങ് കുഴിച്ച് വെച്ചാൽ ഈ തട ഉണങ്ങത്തില്ല, പിന്നെ നടേണ്ട സമയത്ത് എടുക്കുകയും ചെയ്യാം. മണ്ണൊക്കെ നല്ലപോലെ കഴുകി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലി അങ്ങ് ചുരണ്ടിയെടുക്കാം. തൊലി വളരെ നൈസായിട്ടുള്ള തൊലി, വിളഞ്ഞ ചേമ്പായതുകൊണ്ട് അധികം വിളയാത്തതാണെങ്കിൽ കുറച്ചും കൂടി ഒരു കട്ടി വരും. ചെത്തി എടുക്കുകയോ ചെയ്യരുത്. ചെത്തി എടുക്കുമ്പോൾ ചേമ്പ് കുറേ നഷ്ടപ്പെടും. ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഈ ചേമ്പിന് ഞങ്ങളുടെ ഇവിടെ എല്ലാവരും പറയുന്നത് പാണ്ടിച്ചേമ്പെന്ന്, പിന്നെ വെട്ടിയേമ്പെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരുകളായിരിക്കും. ഈ ചേമ്പൊന്ന് വാർത്ത് നോക്കണം. ഏത്തക്ക ഉപ്പേരി കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ്. അതുപോലെ അസ്ത്രം വയ്ക്കാൻ നല്ല മാങ്ങയൊക്കെ ഇട്ടിട്ട് തോരൻ വയ്ക്കാം. എല്ലാം ചുരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി 3-4 പ്രാവശ്യം വെള്ളം മാറ്റി നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കും. ഒരു വഴുവഴുപ്പുണ്ട് പോകുന്നതിന് വേണ്ടി. നമുക്കിഷ്ടമുള്ള വലിപ്പത്തിൽ ഇത് മുറിച്ചെടുക്കാം. മുറിച്ച ശേഷം പിന്നെ കഴുകത്തില്ല കേട്ടോ. ഇതിപ്പോൾ വലിയ ചേമ്പായതുകൊണ്ട് ഒരെണ്ണം 4 കഷ്ണമായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുന്നത്. നമ്മൾ കുക്കറിൽ വെച്ച് വേവിക്കുന്നതുകൊണ്ട് ചെറിയ കഷ്ണമൊക്കെ പെട്ടെന്ന് വെന്ത് പോവുകയും ചെയ്യും. തിളച്ച വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ കല്ലുപ്പിട്ടിട്ട് അതിലേക്ക് നമുക്ക് ചേമ്പ് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഏകദേശം ചേമ്പ് മുങ്ങിക്കിടക്കുന്ന അളവിൽ ഇതുപോലെ വെള്ളം വെച്ചാൽ മതി. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വെയിറ്റ് വെച്ച് 2 വിസിൽ വന്നതും ഓഫ് ചെയ്യാം. 1 വിസിൽ വന്ന ശേഷം ഫ്ലെയിം കുറയ്ക്കേണ്ട, അങ്ങനെ തന്നെ അടുത്ത വിസിൽ വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. അതിന് വേണ്ടി പിഴുപുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കല്ലുപ്പും, കല്ലുപ്പ് ഇല്ലെങ്കിൽ പൊടിയുപ്പ് ചേർക്കാം. 2 വറ്റൽമുളക്, ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ആദ്യമേ നമ്മൾ ഉള്ളി ചേർത്താൽ ഈ പുളിയും മുളകൊന്നും അരയത്തില്ല. അപ്പോൾ ഇതുപോലെ പൊടിച്ചിട്ട് 1 കൈ ചെറിയ ഉള്ളി മുറിച്ച് ചേർക്കുന്നുണ്ട്. 3 പച്ചമുളക്, അതും ഒന്ന് പിളർത്തി ചേർക്കാം. ഈ ചമ്മന്തി നമുക്ക് പല വിധത്തിലും ഉണ്ടാക്കിയെടുക്കാം. ഉള്ളിയും വറ്റൽമുളകൊക്കെ ഒന്ന് വഴറ്റിയിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ പച്ചയ്ക്ക് ചതച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം. ഒരു കുഴമ്പം പരുവത്തിലാവുന്ന പോലെ വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളത്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതും കൂടെ ചേർക്കാം. എരിവൊക്കെ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പ്രഷറൊക്കെ കുറഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്, നോക്കേണ്ട കാര്യമേ ഇല്ല, കാണുമ്പോൾ തന്നെ അറിയാം. ഈ ചൂടോടെ തന്നെ ഇലയിലേക്ക് ഇത് കമഴ്ത്തിയിടാം. ഇപ്പോഴിവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. ഈ സമയത്ത് വേണം നമ്മൾ ഇതുപോലെ ചൂടുള്ള പുഴുക്കും ചൂട് കഞ്ഞിയൊക്കെ കുടിക്കേണ്ടുന്നത്. ചേമ്പ് നല്ല പരുവത്തിന് വെന്തിട്ടുണ്ട്. ഇത്രയും വേഗണം, അപ്പോഴാണ് നമുക്ക് ഉടച്ചുടച്ചത് കഴിക്കാൻ പറ്റുന്നത്. ചമ്മന്തിയൊക്കെ നല്ലപോലെ ഇതിൽ കുഴച്ച് കഴിക്കാൻ നോക്കിക്കേ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ചമ്മന്തി, എരിവും പുളിയും ഉപ്പും അതുപോലെ വെളിച്ചെണ്ണയുടെ നല്ല സ്വാദുമുണ്ട്. ചേമ്പ് പുഴുങ്ങിയതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് മീൻ കൂട്ടാൻ. മീൻ കഴിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ചീനയുടെ കൂടെ മീൻ കഴിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ് ഉള്ളത്. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.